അപ്പോൾ എന്നുള്ള രീതിയിൽ അപ്പോൾ അതിനി ഒറിജിനൽ ഡെറിവേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരാൾ വേണം. അത് വിചാരിച്ച് എഴുതി. പക്ഷേ ഇതൊന്ന് വിനീതേട്ടൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല, ഇങ്ങനെയാണ് ആലോചിച്ചിരുന്നത് നമ്മൾ. കാരണം അത് പുള്ളിയുടെ മനസ്സിലേക്ക് അത് ഫീഡ് ചെയ്യാൻ പാടില്ല. നമുക്കൊരു ഒറിജിനൽ ഡെറിവേഷനാണ് അതിന് വേണ്ടത്. പുള്ളിയുടെ ഒരു ഒറിജിനൽ ഇൻ്റർപ്രിട്ടേഷൻ കോൺട്രിബ്യൂഷനും വരണം. അപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ പോസ്റ്റ് റിലീസ് പ്രീ റിലീസ് ഇൻ്റർവ്യൂയുടെ ഒക്കെ സമയത്താണ് അതൊക്കെ ആദ്യമായിട്ട് പുറത്തേക്ക് പറയുന്നത് തന്നെ. അത് കാരണം പുള്ളിയുടെ ഒരു ഒറിജിനൽ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുകയും ചെയ്തു. പുള്ളിയുടെ ആയിട്ടുള്ള ഒരു ഒറിജിനൽ ചാം ഡയലോഗ്സ് ഒക്കെ എടുത്ത് പറയാനുള്ള ഒരു രീതി. അതുപോലെ തന്നെ മറ്റു ബിനുവേട്ടൻ, രഞ്ജിത് ശേഖർ, എനിക്ക് ബിനുവേട്ടനും ഈ ഡയലോഗ് എടുത്ത് പറയാൻ പുള്ളിയുടെ വോയിസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്ലേ കളിക്കാൻ അറിയുന്ന ആളാണ്. രഞ്ജിത് ശേഖർ ഈ പറഞ്ഞ പോലെ എനിക്ക് കേരള ക്രൈം ഫയൽസിൽ നേരിട്ട് വർക്ക് ചെയ്ത് പരിചയമുണ്ട്. അപ്പോൾ പുള്ളിയുടെയും ഈ എക്സ്പെർട്ടീസ് അറിയാം. എത്ര വലിയ ഡയലോഗ് ആണെങ്കിൽ എന്താണെങ്കിലും അത് ഇൻസ്റ്റൻ്റ്ലി പോയിട്ട് അർസ അത് ഇങ്ങനെ പറഞ്ഞോ അല്ലെങ്കിൽ ഒരു 2x സ്പീഡിൽ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ്ലി അതിലേക്ക് ഫിറ്റ് ഇൻ ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഒരു ഒബ്വിയസ് ആയിട്ടുള്ള സിനിമ മീറ്ററിൻ്റെ പഞ്ച്വേഷൻസ് അല്ലാതെ വേറൊരു ഒറിജിനൽ ആയിട്ടുള്ളൊരു മീറ്റർ കൊടുത്തിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ വേണം എന്നുള്ളതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഡയലോഗ് പരിപാടികളായിരുന്നു കൂടുതലും ഡ്രൈവിങ്. ഇതിൻ്റെ അകത്ത് സന്ദീപിൻ്റെ ഒരു എൻട്രി എങ്ങനെയായിരുന്നു ശരിക്കും? സന്ദീപിൻ്റെ എൻട്രി ഈ പറഞ്ഞ എഴുത്തൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അന്താക്ഷരി എന്നെ കണ്ടപ്പോൾ തോന്നി അന്താക്ഷരിയിലത്തെ ഈ ആക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിന് കറക്റ്റ് ആണ്. അന്ന് ആലോചിച്ചാണ് അന്നാണ് ഫീൽ തോന്നിയത്. പക്ഷെ അപ്പോൾ അത് എത്രത്തോളം മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്ന അറിഞ്ഞൂടാ. ഇതും ഒക്കെ കിഷ്കിന്ത ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നുള്ള കാര്യം പറയണേ. അപ്പോൾ ഒരു പടം പോലും ആയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നടക്കില്ല എന്നുള്ള അറിഞ്ഞൂടാ. പക്ഷെ ആ സമയത്ത് നമ്മൾ അത് ആലോചിക്കുന്നില്ല. ഈ കഥയിലെ ഈ ക്യാരക്ടറിന് ഈവൻ ശരീരഭാഷ കൊണ്ടും അവൻ്റെ പെർഫോമൻസിലെ ന്യൂവാൻസ് കൊണ്ടും ഭയങ്കര ന്യൂവാൻസാണ് അതിലത്തെ അന്താക്ഷരി അവൻ ചെയ്ത ക്യാരക്ടർ. അത്രയും പ്രായം കുറഞ്ഞ ഒരാൾ, പുതിയൊരാൾ താരതമ്യേന വന്നിട്ട് അത്രയും കൺട്രോളോടുകൂടി രണ്ടാമത്തെ പടം കണ്ടാൻ തോന്നുന്നു. അതെ. അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രാഫ്റ്റ് പുള്ളിയുടെ ഉള്ളിൽ ഒരു വിഷനും ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ. ഒരു സെൽഫായിട്ട് ചിന്തിച്ച് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ ഒരു കൺവിക്ഷനും കാര്യങ്ങളും അതിൽ ഫീൽ ചെയ്തു. അപ്പോൾ ആരായ കൊള്ളാമെന്നുള്ള രീതിയിൽ തോന്നി, കറക്റ്റ് ആണല്ലോ എന്നുള്ളത്. പിന്നെ നോക്കാം, പ്രൊജക്റ്റ് ആയി വരുമ്പോൾ നമുക്കത് എങ്ങനെ പ്രാക്ടിക്കലി ചെയ്യാൻ. എനിക്ക് അതിനൊക്കെ താങ്ക്സ് പറയേണ്ടത് ഡയറക്ടർ വിപിൻ ദാസിൻ്റെ അടുത്താണ്. കാരണം പുള്ളി ഫസ്റ്റ് പ്ലേസിൽ അങ്ങനെ ഒരു ചോയ്സ്, പുള്ളിയുടെ വിഷനാണ് ആക്ച്വലി അടിപൊളി. പുള്ളി സന്ദീപിനെ അങ്ങനെ പ്ലേസ് ചെയ്തിരുന്നല്ലോ അന്താക്ഷരിയിൽ. അത് കാരണമാണ് നമുക്കത് കാണാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ആയത്. താങ്ക്സ് ടു വിപിൻ ദാസ്. പിന്നെ നമ്മൾ കിഷ്കിൻ്റെ ഒന്ന് ലാൻഡായി കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ രീതിയിൽ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള രീതിയിലുള്ളൊരു പുറത്തുനിന്നുള്ള സപ്പോർട്ടുകളും കുറച്ചുകൂടെ വന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രമല്ല, ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള സപ്പോർട്ടുകളും കൂടെ നല്ല രീതിയിൽ വന്നു. ബൈ തന്നെ സന്ദീപിന് നല്ലൊരു ഇംപ്രഷൻ, ലൈക്കബിലിറ്റി നന്നായിട്ട് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു. ഫാലിമിയൊക്കെ ഇറങ്ങി, ലൈനപ്പുകളായാലും ഇത് രണ്ടും ആലപ്പുഴയും കാര്യം പടക്കളമൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത് തുടങ്ങിയായിരുന്നു. പക്ഷെ അത് ലൈനപ്പിലുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ്. ഓക്കെ, കിഷ്കിന്ധാകാന്ഡം വരുന്നു, കേരള ക്രൈം ഫയൽസ്, പിന്നെ ഇപ്പോൾ എക്കോ വരുന്നു. ഇതിന് മൂന്ന് ആനിമൽ ട്രയോളജി എന്ന് പറഞ്ഞ ഒരു പാറ്റേണെ പിടിച്ചേക്കുന്നത്. അപ്പം ഇതിന് ശേഷം വരുന്ന ഒരു സിനിമ, ഇപ്പം ഫ്രം ദ മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന ആ ഒരു വേർഡ് തന്നെ മതി ഇപ്പം ആളുകൾക്ക്. കിഷ്കിന്ധാകാന്ഡം ചെയ്തവരുടെയാണ്, അത് വെറുതെ ഒന്നും ആയിരിക്കില്ല എന്നുള്ള രീതിയിൽ കാണാൻ വേണ്ടി ആ ഒരു ഇത് സംഭവം മതി. ഇപ്പം അടുത്തൊരു പിക്ചർ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും? നിങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാരിങ്ങനെ ഇവരുടെ ഈ ഒരു മൂഡായിരിക്കും സാധനം. അങ്ങനെ ഇപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ജിത്തു ജോസഫ്, അദ്ദേഹത്തിൻ്റെ ത്രില്ലർ സിനിമകൾ വന്നിരുന്ന സമയത്താണ് ലൈഫ് ഓഫ് ജോസൂട്ടി വരുന്നത്. അദ്ദേഹത്തിന് അതിൻ്റെ പോസ്റ്ററിൽ എഴുതേണ്ടി വരുന്നത് ഒരു സസ്പെൻസ് ഇല്ല, ട്വിസ്റ്റ് ഇല്ല, സാധാരണ സിനിമയാണെന്ന് എല്ലാ പോസ്റ്ററുകളിലും വലിയ അക്ഷരത്തിൽ അദ്ദേഹത്തിന് ഒരു കോട്ട എഴുതി വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിറ്റുവേഷൻ വന്നു, ആളുകൾ ഇത് പ്രതീക്ഷിച്ച് വരരുതെന്നുള്ള രീതിയിൽ. അപ്പം നിങ്ങൾ രണ്ട് സിനിമകളും കണ്ട ആൾക്കാർക്ക് ഈ ഒരു ഇമോഷണലി ഉള്ള ഒരു ത്രില്ലർ മൂഡിലുള്ള സാധനം തന്നെ അടുത്ത പ്രതീക്ഷിക്കുന്നുള്ളൊരു പേടിയുണ്ട്. എന്താ ഈ വെല്ലുവിളി? എനിക്ക് ഒരു പ്ലാനും ഇല്ലാത്തതുകൊണ്ട് ഇതിനെ കുറിച്ച് ടെൻഷൻ ഇല്ല. യാതൊരു പ്ലാനും ആംബിഷൻസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ആലോചിച്ചിട്ടില്ല. അല്ല, ഒരു ടാഗ് വരണം എന്നുള്ള രീതിയിലുള്ള ഒരു മൈൻഡ് എനിക്കും ഇല്ല. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു ജോണറിലേ നമ്മൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ള, അതെപ്പോഴും ബ്രേക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു ചില ദിവസം വേറെ ഒരു നല്ലൊരു കോമഡി പടമോ അല്ലെങ്കിൽ ആക്ഷൻ പടമോ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ചെയ്യും, അത്ര തന്നെ. അടുത്ത എന്തായിരിക്കും ലാൻഡ് ചെയ്യാന്ന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അടുത്തൊരു ഇല്ല, ഒരു പ്ലാനും ആയിട്ടില്ല ആക്ച്വലി. ഇനി തുടങ്ങണം. ഓക്കെ, കാണാൻ ആകെ ഇഷ്ടമുള്ള സിനിമകൾ ഏതൊക്കെ? കാണാനോ? എല്ലാ പടങ്ങളും കാണും. പ്രത്യേകിച്ച് അങ്ങനെയല്ല, എല്ലാ പടങ്ങളും. രണ്ട് സിനിമകളും ഈ ഒരു മൂഡായോണ്ടേ ചോദിച്ചാ കാണുന്ന സിനിമകൾ എന്തായിരിക്കും? അങ്ങനെയല്ല കേട്ടോ, എല്ലാം ജനറൽ. ഇപ്പം ഞാൻ കക്ഷി അമ്മിപ്പിള്ള ചെയ്ത ആളാണ്. എനിക്ക് അന്ന് ഞാൻ ആ രീതിയിൽ എനിക്ക് അങ്ങനെയുള്ള പടമാണ്, ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിലായിരുന്നു. പക്ഷേ എനിക്ക് ചില സമയം തോന്നാറുണ്ട്, നമ്മൾ ഈ
ഇങ്ങനെയുള്ള ഭയങ്കര ഇൻറ്റൻസ് ട്രോമ ഇതിൽ നിന്നെല്ലാം കുറച്ചൊന്ന് മാറിയെല്ലാം ഇരിക്കണം എന്നുള്ളത് തോന്നാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആവും. എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിലെല്ലാം നമ്മൾ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ആ ഒരു മൂഡിൽ തന്നെയായിരിക്കും നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം കുറച്ചൊന്ന് മാറണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ വരുന്നതെല്ലാം ഇങ്ങനെയാണെന്നാണ്. കക്ഷിയപ്പിള്ളേക്ക് ആൾക്കാർ വിട്ട് കൃഷ്ണനാഥൻ തൊട്ട് ഇത് രണ്ടെണ്ണം ആൾക്കാർ പറയണത്. ഈ ക്യാമറാമാരൊക്കെ എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ എഴുത്തുകാരുടെ അവസ്ഥ എന്താവും? ശരിക്കും എഴുത്തായിരുന്നു ആഗ്രഹം. ശരിക്കും എന്തായിരുന്നു സിനിമയുടെ ഒരു പാഷൻ? എന്തായിരുന്നു? സിനിമാറ്റോഗ്രാഫി ആയിരുന്നോ, എഴുത്തായിരുന്നോ, അതെയോ അൾട്ടിമേറ്റ് സിനിമയിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു? സിനിമാറ്റോഗ്രാഫി അല്ലായിരുന്നു എന്തായാലും. സിനിമാറ്റോഗ്രാഫി ലേറ്റർ ജീവിച്ചു പോകാൻ വേണ്ടി ഒരു തൊഴിൽ എന്നുള്ള രീതിയിലാണ് ആലോചിച്ചത്. എഴുത്ത്, ഡയറക്ഷൻ അങ്ങനത്തൊക്കെ ആയിരുന്നു ആഗ്രഹം സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിക്കാൻ പോണ സമയത്ത് അതായിരുന്നു ആഗ്രഹം, എഴുത്ത്. പിന്നെ അതൊരു തേർഡ് ഇയർ ഒക്കെ ആയ സമയത്ത് നമുക്ക് ഓക്കെ അതൊക്കെ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്, അത് ഓക്കെ ഏതെങ്കിലും ഒരു കാലത്ത് ചെയ്യാം. അപ്പം അതിന് മുന്നേ നമുക്കൊരു കൈത്തൊഴിൽ ആരെങ്കിലും തൊഴിലിന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു ജോലിയാവുമല്ലോ, ജീവിച്ചു പോകും കൂടെ വേണമല്ലോ. അപ്പം ബാക്കി സ്വപ്നങ്ങളൊക്കെ പയ്യെ പിന്നെ നോക്കാം. തൽക്കാലം ജീവിച്ചു പോകാനുള്ള ഒരു മാർഗ്ഗം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലൊരു ഡിഗ്രി തേർഡ് ഇയർ ഒക്കെ എത്തുമ്പോഴാണ്, സെക്കൻഡ് ഇയർ എത്തുമ്പോഴാണ് അതിലേക്കൊരു ഡിഗ്രി തേർഡ് ഇയർ എത്തുമ്പോഴാണ് സിനിമാറ്റോഗ്രാഫിയിലേക്ക് പോകാമെന്നുള്ള രീതിയിലൊരു കോൾ എടുക്കണം. പിന്നെ അപ്പോൾ ഷോർട്ട് ഫിലിംസും ഫ്രീലാൻസ് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു വന്നു. പിന്നെ ഇഷ്ടമാണ്, പക്ഷെ എന്തായാലും അത് ഇപ്പം തൽക്കാലം വേണ്ട. അല്ലെങ്കിൽ അതെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ക്യാമറ തൊഴിലിൽ നിന്നൊരു പാരയാവാൻ പാടില്ല. ഇതാകുമ്പോൾ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർക്കുണ്ട്, മറ്റേത് നമ്മൾ ശരിയാണ്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നായ്ക്കൾ അഭിനയിച്ചേക്കുന്ന അതെല്ലാം ഒറിജിനൽ തന്നെയാണോ, അല്ലെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ട്രെയിനിങ് അത് നമ്മൾ പറഞ്ഞിടത്ത് ചിലപ്പോൾ പട്ടി നിൽക്കണമെന്നില്ലല്ലോ. എത്രത്തോളം അഭിനയിക്കാൻ അറിയില്ലല്ലോ, അറിയില്ല അതൊക്കെ. അതെങ്ങനെയാണ്? അതിനുവേണ്ടി തന്നെ നിങ്ങൾ എത്ര ദിവസം ഒരു ഷൂട്ടിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും? എക്സ്ട്രാ പോകാൻ സാധ്യതയുണ്ടോ? നിങ്ങൾ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. അല്ല, നല്ല ടൈം എടുത്തു. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് ജിജേഷിൻ്റെയാണ് അത് ക്രെഡിറ്റ് പോകുന്നത്. ജിജേഷ് എന്ന് പറഞ്ഞാൽ ഡോഗ് ട്രെയിനറാണ്. അപ്പം മൂപ്പരുടെ ഒരു ടെക്നിക്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ആദ്യം നമുക്ക് അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു നായിനെ വേണം എന്നുള്ളത് കിട്ടിയിട്ടില്ലായിരുന്നു. ഒരു ടൈം കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇങ്ങനെ ഒരു നായിനുണ്ട്, ഈ ഒരു പാറ്റേൺ ഓഫ് ബ്രീഡ് നമുക്ക് കറക്റ്റായിട്ട് ആപ്റ്റ് ആവും എന്നുള്ള മനസ്സിലാക്കിയിട്ട് അതിനെ തേടിയുള്ള ഒരു യാത്രയുണ്ടായിരുന്നു. ജിജേഷും നമ്മളും എല്ലാമായിട്ട് അങ്ങനെ ഒരു യാത്ര. അതിൽ നിന്ന് എടുത്ത നായ്ക്കളാണ് ഇതിലുള്ളത്. ഒരു 9ഓളം നായ്ക്കളെ നമ്മൾ ട്രെയിൻ ചെയ്തു. അപ്പോൾ ട്രെയിനിങ് ടൈമിങ് നമുക്ക് കുറവായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒരു സെർച്ചിൽ നമുക്ക് ഷൂട്ടിൻ്റെ ടൈമും എല്ലാം ക്രഞ്ചായിട്ട് ആകെ കിട്ടിയത് എനിക്ക് വന്ന് ഒരു 1 മന്തിൻ്റെ ഉള്ളിലുള്ള ടൈമായിരുന്നു. ആ 1 മന്തിൻ്റെ ഉള്ളിൽ ട്രെയിൻ ചെയ്തതാണ് ഈ നായ്ക്കൾ. നായ്ക്കളെ അത് ജിജേഷിൻ്റെ ഒരു ഭയങ്കര ടാലൻ്റ് തന്നെയാണെന്ന് പറയാം. മൂപ്പർക്ക് കറക്റ്റായിട്ട് അതിനെ എന്തെല്ലാം ചെയ്യേണ്ടത്, ആ കുരക്കുന്നതെല്ലാം ഭയങ്കര അഗ്രസീവ് മൂവ്മെൻറ്റ്സ് എല്ലാമാണ് നമുക്ക് മെയിൻ വേണ്ടത്. അതെല്ലാം എങ്ങനെ കിട്ടുമെന്നുള്ളത്. എന്തുകൊണ്ട് നാടൻ നായ്ക്കൾ അങ്ങനെ പ്രോപ്പർലി ട്രെയിൻ ചെയ്യാൻ പറ്റാത്ത ഇതാണ്. അപ്പോൾ ഇയാൾക്ക് പലതരത്തിൽ അതിൻ്റെ ടെക്നിക്സ് അറിയാം. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തതാണ്. മൂപ്പരെയാണ് ഫുൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ജിജേഷ്.